പണമല്ല വലുത്. ലൈഫിൽ വയനാട് ദുരന്തം കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലരെ വിളിച്ച് സംസാരിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കങ്ങോട്ട് എത്താൻ പറ്റത്തില്ല, തൽക്കാലം അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്, ആ ഒരു സാഹചര്യമല്ല ഇവിടുത്തെ എന്ന് എന്നോട് പലരും പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ടി വിയെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹമായിട്ട് തോന്നി. ആ വാരി എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെയും അവിടുത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇതൊക്കെ എന്തിനാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, ഇതിൻ്റെ കുറച്ചെങ്കിലും ആരെങ്കിലും ഇത് അനുഭവിക്കട്ടെ എന്നെനിക്കൊരു തോന്നലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ സേവാഭാരതി വന്നിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസ്, അങ്ങനെ പല സംഘടനകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ ഒരു വ്യവസ്ഥ ഇതേ ഉള്ളൂ, അത് ചെയ്യുന്നത് കൃത്യമായിരിക്കണം. വീട് വെക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഞാനത് എഴുതി തരാൻ തയ്യാറാണ്, അതിന് ഒരു കുഴപ്പമില്ല. പൂർണ്ണ മനസ്സാണ്, കുടുംബത്തിന് മനസ്സാണ്. പ്രോപ്പർട്ടികളൊക്കെ ആവശ്യത്തിന് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. ഏത് നിമിഷവും എന്തും ഒരു മനുഷ്യന് സംഭവിക്കാനുള്ളതല്ല ഉള്ളൂ. അതിപ്പം അത് വലിയ ദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു.